നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിൾസിന്റെ പുതിയ വീഡിയോ സ്വന്തം. ഇന്നത്തെ വീഡിയോ സൺഡേ വ്ളോഗാണ്. നമ്മൾ ഞായറാഴ്ച ലേറ്റ് ആയി പോയി. ശരിക്കും പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് എണീക്കൊണ്ട് അലാറം വെച്ചിട്ട് ഫോൺ പുറത്ത് വെച്ച് മറന്നു എടുക്കാനായിട്ട്. അങ്ങനെ അലാറം അടിച്ച് നമ്മൾ അറിഞ്ഞില്ല. നമുക്ക് കല്യാണത്തിന് പോകേണ്ട ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ശ്രുതി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഷർട്ടും പാൻറ്റും കൊണ്ട് കൊടുത്തിട്ടുണ്ട്, കാണുന്നതാ. സമയമില്ല ഗൈസ്, ഓട്ടമാണ്. ഇനി പാസ്വേഡ് ഇറങ്ങി ഓടണം. മോളെ ചേച്ചി ഓട്ടോ വിളിച്ചിട്ടുണ്ട് ചേച്ചിക്ക് പോകാൻ വേണ്ടി, ചേച്ചി പള്ളിയിൽ പോകാൻ വേണ്ടി. അപ്പോൾ ചേച്ചിയോട് പോയി കഴിഞ്ഞാൽ ഓട്ടോ കാശ് ലാഭം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ഓടണം. ഇപ്പോൾ ഓട്ടോഷ വരും. സമയം ലേറ്റ്. ഇപ്പോൾ 8 മണിയായി. എത്ര മണി? 8 മണിയായി. 8:23 ഗൈസ്. നമ്മൾ ലേറ്റായി പോയി, ഭയങ്കര അവസ്ഥയായി പോയി. അതാണ് അടിച്ച് അറിഞ്ഞില്ല. അതേ 6 മണിക്ക് അടിച്ച് ഒരുങ്ങിയാണെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് ഒരുങ്ങി പോകുമായിരുന്നു. എന്തായാലും ഒരുങ്ങിയിട്ട് ഉറങ്ങി ഓടാൻ സഹായം ചെയ്യാം. അതും കൂടി ഫാസ്റ്റായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കാൻ ലേറ്റായി പോയി. ശ്രുതിക്ക് ഒരുങ്ങാൻ പറ്റിയിട്ടില്ല വൃത്തിക്ക്. അത് വേറെ കാര്യം. ശ്രുതിക്ക് അതിന് ദേഷ്യമായി പോയി, കാരണം ഒരുങ്ങാൻ പറ്റിയില്ല വൃത്തിക്ക്. നല്ലൊരു ഒരുങ്ങി പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. ആ പ്ലാനിലാണ് രാവിലെ 6 മണിക്ക് അതാണ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്ന സബ്സ്ക്രൈബർ. നമ്മളിതൊന്നും മീറ്റപ്പ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം മീറ്റപ്പാണ്. ആണ് അതും വലിയ കാര്യം. പക്ഷെ എല്ലാം കൊണ്ടൊരു ഇതായി പോയി, നമ്മൾ ലേറ്റായി പോയി. അല്ലേ ശ്രുതി? അതുപോലെ അടിയായി പോയി. നമ്മൾ ലേറ്റാണെന്ന് വിചാരിച്ചില്ല, ആ പണിയായി പോയത്. അലാറം അടിക്കുന്ന വെച്ച് പ്രതീക്ഷിച്ചിരുന്നു ഗൈസ്. പക്ഷെ അലാറം ഫോൺ പുറത്ത് കസലിരുന്ന മറന്നുപോയി, എടുക്കാൻ മറന്നുപോയി ഫോൺ. അങ്ങനെ അലാറം അടിച്ച് നമ്മൾ അറിയാതെ പോയത്. അതിൻ്റെ ഉറപ്പാടുന്നത് അലാറം അടിച്ച് അറിഞ്ഞേനെ. സമയത്തും ശ്രുതി കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും ഒരുങ്ങിയിട്ടുണ്ട്. ഹോൾ അടിപൊളി നല്ല രസമുണ്ട്. പക്ഷേ മുടിയൊന്ന് സ്മൂത്ത് ചെയ്താണ് ശ്രുതി ആഗ്രഹിച്ചത്. അതിനാണ് അലാറം 6 മണിക്ക് വെച്ചത്. പക്ഷേ സ്മൂത്ത് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? നമ്മുടെ അടുത്ത് അതിൻ്റെ സ്ട്രൈറ്റ്നർ ഉണ്ടായിരുന്നു, അത് വെച്ച് സ്മൂത്ത് ചെയ്യാനായിരുന്നു ശ്രുതി ഉദ്ദേശിച്ചത്. എല്ലാം ലേറ്റായി പോകുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ പോട്ടെ. ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ. ആ പോവാം. എനിക്ക് ഒന്നും ചെയ്യാനില്ല. മേക്കപ്പ് സാധനം ഫുള്ള് എൻ്റെ മേക്കപ്പ് ആക്കണം കഴിച്ചു. ഇപ്പം ഞാൻ തൂക്കി എടുക്കേണ്ട അവസ്ഥയില്ല. ഇപ്പം എല്ലാം കൊണ്ട് ഞാൻ ഒരു പണിയെടുക്കില്ല, ഞാൻ ഒരു പണിയെടുക്കുക വർത്താനം പറയും. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. എന്നിട്ട് പണിയെടുക്കുന്ന കുറ്റം പറിച്ചിരുന്നു. ഇന്ന് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരുങ്ങിയത്, അതുകൊണ്ടൊക്കെ ഞാൻ തന്നെ കൊടുത്തു. സാധാരണ ശ്രുതി ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിത്തരാണ്ട് അതിൻ്റെ ആവശ്യമില്ല. സ്പ്രേ ഒക്കെ അടിക്കണം, സ്പ്രേ ഒക്കെ അടിച്ച് മണക്കുന്നു അടിപൊളി മണം. നമ്മളെത്തി. ചേച്ചി പള്ളിയിൽ പോകാൻ വേണ്ടി ഓട്ടോ വെച്ചിട്ടുണ്ട്. ചേച്ചി കൂടെ കയറി പോവാം. ആ വഴി അങ്ങനെ ചാരും കൂടെ വന്നു കേസ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ബസ് കയറി പോകാനായിട്ട് ഇതെന്ന് വെച്ചു. ഇനി ഇവിടെ നിന്ന് കാട്ടാക്കട പോയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കയറി. ആ സത്യമാണ്, ഇന്ന് ഫുള്ള് തിരുവനന്തപുരം വഴി അങ്ങോട്ട് ബസ്സൊക്കെ കിട്ടുന്നത്. നമ്മൾ ഞായറാഴ്ച കൂടെ അതാ പറഞ്ഞ കാര്യം. നമുക്കിനി കാട്ടാക്കട പോയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കയറി തിരുമല പോകണം. അവിടെയാണ് കല്യാണം ഫ്രണ്ടിൽ എന്നു വെച്ചു. അപ്പോൾ എന്താ നമുക്ക് പോകാനുള്ള കാര്യം ചെയ്യാം. പിന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് പറയാം. നമ്മുടെ സബ്സ്ക്രൈബറാണ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ഉറക്കം ശരിയായിട്ടില്ല, അത് വേറെ കാര്യം. രാവിലെ ഞെട്ടിനെറ്റത്, കാരണം അലാറം അടിച്ചത് അറിഞ്ഞില്ലല്ലോ, നല്ല അടിയായി പോയല്ല. നമ്മൾ ബസ് കയറിയിരിക്കുന്ന കേസ്. നമുക്കിനി നേരെ കാട്ടാക്കട പോകാം. അതിന് നമ്മൾ കാട്ടാക്കട സ്റ്റാൻഡിൽ ഒന്ന് ഇറങ്ങി. ആദ്യമായിട്ടാണോ സ്ഥലം? നമ്മൾ സെക്കൻഡ് ടൈം അല്ലേ? സെക്കൻഡ് ടൈം. നമുക്ക് ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരം അങ്ങോട്ടുള്ള ബസ് പിടിക്കണം. ബേക്കറി കാട്ടാക്കട ചെമ്പൂര് വെള്ളറയുടെ ബസ്സൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും പോവാം. പൂ വെക്കണം ആഗ്രഹം കഴിച്ചു. അങ്ങനെ നമ്മൾ കാട്ടാക്കടൻ്റെ പൂക്കടയിൽ നിന്ന് പൂ വാങ്ങിച്ച് പൂ വെക്കട്ടെ. നമ്മളത് പൂ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് കയറി അടുത്ത ബസ് കയറി പോകണം. ഇനി ഇവിടെ നിന്ന് ഒരു ബസ് കൂടി കയറി പോകാനുണ്ട് കേസ്. ദൂരമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാം. പോലെ ശരിയാവില്ല. ശ്രുതി ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചാണ് പൂ. എന്തായാലും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട പോലെ വെച്ചാൽ ഉദ്ദേശിച്ചത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോട്ടെ. ഒരു മുഴം പൂവിന് 90 രൂപ കേസ് കാട്ടാക്കടയിൽ. നെടുമങ്ങാടൊക്കെ 50 രൂപ തോന്നുന്നു, 50 60 എന്തുണ്ടായുള്ളൂ. ഇവിടെ 90 രൂപ. ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ കുറേ നേരമായി കേസ്. ഇവിടെ ആണെങ്കിൽ ബസ് ബാക്കിയെല്ലാം ബസ്സിൽ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ തിരുവനന്തപുരം ബസ് ഇത്ര നേരം കാണില്ല, നല്ല തിരക്കുണ്ടല്ലേ, ഒരുക്കത്തെ തിരക്കാണ്. എന്തായാലും ബസ് വരട്ടെ, വെയിറ്റിംഗ് ആണ്. തിരുവനന്തപുരം ബസ് കയറിയിരിക്കണം കേസ്. കാട്ടാക്കടയിൽ നേരെ നമ്മൾ പോവുകയാണ്. തിരുമല പോയിട്ട് ബാക്കി വിശേഷം. അല്ലെങ്കിൽ നമ്മൾ തിരുമല വന്ന് ഇറങ്ങി. ഇവിടുന്ന് എങ്ങോട്ടാ? വാക്കിന് പറ. എന്തായാലും പോവാം. അല്ലെങ്കിൽ കല്യാണ മണ്ഡപം എത്തിയിട്ടുണ്ട്. അപ്പോൾ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെ അതുണ്ടാവും. അപ്പോൾ പോവാം. നല്ല തിരക്കണ്ട പോലെ കല്യാണത്തിന് പറഞ്ഞ പോലെ ഞാൻ ആ കാര്യം ഓർത്തില്ല. എല്ലാവരും ആളുകൾ നല്ല ക്രൗഡറാണ്. നമുക്ക് എന്തായാലും ചെക്കനെ കണ്ടുപിടിക്കണം. നോക്കാം. താലിയിട്ട് കാണാൻ പറ്റും, മോളിൽ കയറാൻ പറ്റും. ശ്രുതി മോളിൽ കയറിയാൽ താലിയിട്ട് കാണാൻ പറ്റും, മോളിൽ കയറാം. ഫസ്റ്റ് മീറ്റപ്പാണ് ഗൈസ് ഷിജു പ്രോ ആയിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ, ഭയങ്കര ഹാപ്പിയാണ് രണ്ടാളും. ഇപ്പോൾ ചെറുക്കനെ പിടിച്ച് മണ്ഡപത്തിൽ ഇരുത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള പോക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാനെ കൊണ്ട് അവരുടെ ബാക്ക് കാണുമെന്നല്ലാതെ എന്തായാലും പെണ്ണിനെ ചെക്കനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പം ചെക്കനെ മണ്ഡപത്തിലേക്ക് കയറ്റിയാണ് കൈ പിടിച്ച അച്ചായി. അപ്പം എന്തായാലും ഇനി പെണ്ണ് വരും. വലം വെച്ച് മണ്ഡപത്തിലേക്ക് ഇരുത്തുകയാണ്. അപ്പം അത് കഴിഞ്ഞ് പെണ്ണ് വരത്തുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിടിച്ച് തൊഴാനുള്ള പരിപാടിയിലാണ്. കാല് പിടിപ്പിച്ച് അപ്പം എന്തായാലും കാലൊക്കെ തൊട്ട് തൊഴുതതിന് മണ്ഡപത്തിലിരുത്തും. അത് കഴിഞ്ഞിട്ടാണ് പെണ്ണ് വരുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. കല്യാണം കഴിക്കാൻ വളരെ ടെൻഷൻ ഉണ്ടെന്നാണ് അവൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേതും അവസാനത്തേതുമായ കല്യാണമാണ്. എന്തായാലും എന്താവും നോക്കാം. അവന് ഭയങ്കര ടെൻഷൻ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇരിക്കും മോനെ, സമാധാനത്തിലിരിക്കും. പെണ്ണിനെ കൊണ്ടുവരാനുള്ളതാണ്. പക്ഷെ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഫ്രണ്ടിലെ വലിയ വിളക്കാണല്ലോ വരുന്നത്. കൈപ്പിടി എന്തായാലും പിള്ളേർ നിരന്ന് വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ പട്ടുപാവാട ഇടും. അപ്പോൾ പെണ്ണ് ഇതാ വരുന്നു. അപ്പോൾ പെണ്ണ് ഇതാ വരുന്നത്. അപ്പോൾ കല്യാണ പെണ്ണിനെ കൊണ്ട് കാല് പിടിപ്പിക്കുകയാണ്. അടുത്ത ചിറങ്ങ് എന്തായാലും എല്ലാവരെയും അനുഗ്രഹം വായിച്ച് ഒരുത്തവിടെ ഇരിക്കാൻ തുടങ്ങി കുറച്ച് നേരമായി. അവയും വിയർത്ത് ശരിക്കും. അപ്പോൾ പെണ്ണെന്തായാലും മണ്ഡപത്തിൽ കയറി. ഇതൊക്കെ പിന്നമ്പറം കാണാൻ നമുക്ക് വിധിയുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും പെങ്കൊച്ച് മണ്ഡപത്തിലോട്ട് കയറിയിട്ടുണ്ട്. നോക്കാം. അപ്പോൾ എന്തായാലും പെണ്ണിനെ മണ്ഡപത്തിൽ കയറ്റി ഇനി വലം വെപ്പിക്കണം. അവിടെ ഒന്നും സ്പേസ് ഇല്ല. അപ്പോൾ എന്തായാലും പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മര്യാദയ്ക്ക് ക്യാമറയിൽ. അപ്പോൾ എന്തായാലും ക്യാമറമാനെ കണ്ട് തന്നെ ഭയങ്കര ഇതാണ്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും പെണ്ണിനടുത്ത് മണ്ഡപത്തിൽ കയറിയിട്ട് കാല് പിടിപ്പിക്കുന്നു കൊച്ചിനെ കൊണ്ട്. പാവം കുഞ്ഞും നടുവനെ പോകും. എല്ലാം കഴിഞ്ഞിട്ട് പെണ്ണ് ചെക്കനും കൂടി ഇരിക്കട്ടെ. കാല കൊടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇടാനുള്ളതാണ്. അടുത്ത് മാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാലയൊക്കെ ഇട്ട് സെറ്റായി. അങ്ങനെ മാല ഇടാനൊക്കെ കഴിഞ്ഞ് കൈ പിടിച്ച് കൊടുക്കുകയാണ് അച്ഛൻ. മോളെ അച്ഛൻ കൈ പിടിച്ച് കൊടുക്കുകയാണ്. എന്തായാലും നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഓടി. അതിൻ്റെ ഇടയിൽ തന്നെ കല്യാണം കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും പകുതി ടീം കഴിക്കാൻ വേണ്ടി പോയി. എന്തായാലും നമ്മൾ കല്യാണം കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാം. ഇതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ ഉണ്ട് കഴിച്ചു. അതുകൊണ്ട് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടുള്ള അടുത്ത ഫോട്ടോ എടുക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂവിലാണ്. അവിടെ ഫോട്ടോ എടുപ്പിൽ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂവിലാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. അതാണ് ഫ്രണ്ട് അതാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. നമ്മൾ കഴിക്കാൻ വേണ്ടി പല ശരിക്കും ലൈഫ് ഓഫ് ജോസൂട്ടി ആയിരുന്നു അല്ലേ. എൻ്റെ അമ്മയെ തള്ളി മറിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ. കാത്തിരിനോട് ചോറ് ഒന്ന് ശ്രുതി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കഴിച്ചോട്ടെ. ഭക്ഷണം കഴിക്കാം. നല്ല തിരക്കുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തെത്തി. എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരുടെ പാട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പാട്ടാണ്. ഓ എനിക്ക് വയ്യ. പൊളിയല്ലേ. എത്ര നേരം ഇവിടെ നിൽക്കണമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും തിരിച്ചു പോകാൻ വേണ്ടി ഒന്നല്ല രണ്ടെണ്ണം പോയി. ഫൈനലി കിഴക്കേക്കോട്ട എത്തി. ഇനി ഇവിടെ നിന്ന് നെടുമങ്ങാട് ബസ്സാണ്. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബസ് കയറി നെടുമങ്ങാട് ബസ്. അപ്പോൾ പോകാം. നല്ല വെയിലുണ്ട്. വെയിലുള്ളത് നല്ലതാണ്. ഞാൻ പ്രാർത്ഥിച്ചതാണ്. അതെ പരുത്തിക്കുഴി വന്നു ഗൈസ്. ഇനി പക്ഷേ പരുത്തിക്കുഴില്ല നെടുമങ്ങാട് എത്തി. ഇനി ഇവിടെ നിന്ന് അടുത്ത് ബസ് കയറി പോകണം. ഇനി ഇവിടെ നിന്ന് പരുത്തിക്കുഴി ബസ്സുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. കാരണം സമയം ശേഷം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. 3:10 അപ്പോൾ 3:30 ബസ് ഉണ്ടാവും. പോയി നോക്കാം. ചെയ്തിട്ടുണ്ട് ഗൈസ്. 3:50 അടുത്ത ബസ്. എന്തായാലും 3:10 3:15 വെയിറ്റ് ചെയ്യണം. അവിടെ നിന്ന് ഇരിക്കാം. നമ്മളിതേ പരുത്തിക്കുഴിക്ക് ബസ് കയറി. നല്ല തിരക്കുണ്ട്. സീറ്റ് കിട്ടുന്നാലും ഗൈസ് നമ്മളിതേ പരുത്തിക്കുഴി വന്ന് ഇറങ്ങി. ഇനി വീട്ടിൽ പോകാം. ഉണ്ടാവും ഞായറാഴ്ച ലിപ്പി അവിടെ പോകാനാണ്. പെട്ടെന്ന് നേരിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇനി വീട്ടിലേക്ക് പോകണം. അതൊക്കെ പോവാം. കണ്ണൻ മാത്രമേ ഉള്ളൂ. ഉണ്ണിയില്ല. ഉണ്ണി അങ്ങോട്ട് കയറിപ്പോയി. ചേച്ചി SNDP വോട്ട് ചെയ്യാൻ വേണ്ടി പോയി. SNDP വോട്ടിങ് നടക്കാണ്. ശ്രുതിക്ക് വോട്ടില്ല SNDP. പോട്ടടാ ബായ് ചേട്ടാ. ഇത് പള്ളി പൂട്ടിലാണ്. തലയൊക്കെ അങ്ങനെ മൂടി പോകണം പുറമൊക്കെ എന്നൊക്കെയാണ് പറയണത്. തേങ്ങ അവിടെ നിന്ന് തേങ്ങ അവിടെ നിന്ന് 2 റോസ് പൂവൊക്കെ എടുത്ത് തല്ലി വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ചല്ലോ നമ്മുടെ കല്യാണ മണ്ഡപത്തിലുണ്ടായിരുന്നതാണ്. അവിടെ നിന്ന് കുറച്ചിട്ട് അടിച്ചു മാറ്റിയത്. അതാണ് അടിച്ചു മാറ്റിയത്. നമുക്ക് പോവാം. കയറാൻ വയ്യ കേസ്. മലകയറ്റം ഭയങ്കര പാടാം. ശ്രുതിയുടെ സാരിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രുതി സാരിക്ക് മുന്നേ ആദ്യം ബ്ലൗസാണ് വാങ്ങിച്ചത്.
ബ്ലൗസ് വേറെ സാരി വാങ്ങിച്ച് വേറെ സാരി വാങ്ങിച്ച് തയ്ക്കാൻ കൊടുത്തിട്ട് ഞാൻ അന്ന് വയനാട്ടിലല്ലേ റൂമിൽ പോയിട്ട് പിള്ളേർക്ക് സാരി കാണിക്കാൻ സാരി പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് സാരിയിൽ കറ നേരെ തിരിച്ചു വരുന്ന കൊടുത്തപ്പോൾ അവർക്ക് വേറെ ഇല്ല ഒരൊറ്റ ഇതേ ഉള്ളൂ. അങ്ങനെ ആ സാരി വേറൊരു കടയിൽ കൊണ്ട് കൊടുത്തിട്ട് അവരെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പീസാണ് ഇത്. അപ്പം ഇവര് ഇതിന്റെ ബ്ലൗസ് പീസ് അവരെടുത്ത് മറ്റേ ടൈമില് അതെ അതെ ചെറിയ രസമുള്ളൂ, കുഴപ്പമില്ല. എന്നാലും അതിനുശേഷം നമ്മൾ ഈ ഷർട്ട് വാങ്ങിച്ചത് ഞാനായിട്ടാണ് ഷർട്ട് വാങ്ങിച്ചത്. നമ്മൾ അഞ്ജനയുടെ കല്യാണത്തിന് പോയപ്പോൾ അല്ലേ, അഞ്ജനയുടെ കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഈ കളറിൽ ഷർട്ട്. സുധി എനിക്ക് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നു, പക്ഷേ അതെനിക്ക് ചെറുതായിരുന്നു, തയ്ക്കൂല, ആർക്കൂടാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അതാണ് സാരി ഒക്കെ നടക്കുന്നത്. എനിക്ക് ഇത് പറഞ്ഞ് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മയില്ല, നമ്മൾ മൈബോസ് സിനിമയിൽ ദിലീപ് നമ്മളെ മമ്മത്തെ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് പറയൂലേ, അവൻ്റെ വീട്ടിലങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സാരി ഒക്കെ ചാടുമ്പോൾ അതെനിക്ക് ഓർമ്മയില്ല. തേങ്ങ എടുത്ത് നിനക്ക് നാണല്ലേ തേങ്ങ ഇങ്ങനെ പൊക്കി പിടിച്ച് നോക്കാൻ നോക്കി പോർന്ന് വീണ്ടും പൊക്കണ് കാര്യത. പാവാട എന്തായിരിക്കുന്നത്, നീ നിക്കറി തൂറിയ അല്ലേ അതെ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കണത്. മുകളിൽ തൂറിയാൻ താഴത്ത് പൊടിച്ചില്ലല്ലോ. നീ എപ്പോഴാണ് വയറിളക്കാൻ പോലെ പോണത്, അതുകൊണ്ട് ശ്രുതിക്ക് എപ്പോഴും വയറിളക്കാണ് കേസ് പോവാറ്. ശ്രുതിനോട് എപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാവിലെ കൂടി പറഞ്ഞ് സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി വന്നപ്പോഴും കിച്ചിട്ട് ഓടി നിൽക്കണേ. നമ്മൾ ഇപ്രാവശ്യം ശബ്ദം ഉണ്ടാക്കാൻ വന്നത്. നീ എങ്ങനെ അറിഞ്ഞ് ഞങ്ങൾ വന്നത്? വീട്ടിലെ മുകളിൽ ആരുമില്ലേ? ഇവൻ ചിലപ്പോൾ ഇവിടെയും കറങ്ങി നടന്നായിരിക്കും. നമ്മളെ അനക്കം കേൾക്കണമെന്ന് ഓടി എത്തിയത്. അതെങ്ങനെ എത്തിയത്? പോ നടക്ക് പോവാ വീട്ടിൽ പോയിട്ട് ലൈവ് ചെയ്യാനുള്ള കഴിഞ്ഞിട്ട് 5 മണിക്ക് ലൈവ്. ഇന്ന് ഞായറാഴ്ച നമ്മൾ ലൈവ് 5 മണിക്കാണ്, സാധാരണ 8 മണിക്കാണ്. ഇന്ന് ഞായറാഴ്ച 5 മണിക്കാക്കി. നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകണ്ട്. ഇതിലൊന്നും വിചാരിച്ചില്ല കേസ്. ഞങ്ങൾ ഈ ഷീറ്റ് തുറന്നു വെച്ചിട്ടാണ് പോയത്. തുറന്നു വെച്ചിട്ട് പോയാൽ തരുന്നു, കാരണം നല്ല വെയിലായിരുന്നു ദിവസം ഫുള്ളും. സുഖമായിട്ട് ഉണങ്ങി കിട്ടിയത്. പോട്ടെ, ഇതിപ്പോൾ തണുപ്പിറങ്ങിയിട്ടുണ്ട്. എന്താണ് കൊടുക്കേ ശ്രുതിക്ക് ഇച്ചിരി ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകണം. കാണാം, ഞാൻ വീഡിയോ എടുക്കട്ടാ. അല്ല നീ ഡ്രസ്സോടെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, അതാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. ശ്രുതി കിച്ചനുള്ള ഫുഡ് തീരാറായി. ഇനിയിപ്പോൾ പുതിയത് വാങ്ങിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഒരു കാശില്ല. കുറച്ചുകൊണ്ട് കിച്ചു, അത്രേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ കുടിച്ചു തുടങ്ങി. ഞായറാഴ്ച ലൈവ് വന്നിരിക്കുകയാണ്. ഞായറാഴ്ച സാറിന് 8 മണിക്ക് വരാറ്. ഇന്ന് വർഷം കൊണ്ട് ലൈവ് നേരത്തെ വന്ന് 5 മണിക്ക് വന്നത്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല, എല്ലാവരായിട്ടും നമ്മൾ പറഞ്ഞാൽ വൈകിട്ട് അമ്പലത്തിൽ പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ലൈവ് വന്നത്. ശ്രുതി ലൈവ് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ പോയിരിക്കട്ടെ. നമുക്ക് ലൈവ് തീർത്തിട്ട് പെട്ടെന്ന് കുടിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിൽ പോകുന്ന ചെയ്യണം. അത് വേറെ കാര്യം. സമയത്തെല്ലാം ഓട്ടോ ആയിരിക്കും ഇന്നത്തെ ദിവസം ഫുള്ളും. ലൈവൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ആദ്യം അതെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ നേരെ കുളിക്കാൻ വേണ്ടി പോകാൻ. കുളിച്ച് ഫ്രഷായി നേരെ നമുക്ക് പോകാം. സമയമായി കഴിഞ്ഞ് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വേസ്റ്റ് എടുത്തു അവർ ഇതാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒന്നും വേസ്റ്റ് എടുത്തിട്ടില്ല. വേസ്റ്റ് അധികം കൂടി ഇരിപ്പുണ്ട്. നമ്മളെ വീഡിയോ ഇൻസ്റ്റയിലെ വീഡിയോ കണ്ടറിയാൻ പറ്റും. മാത്രമല്ല അവർ വന്നപ്പോൾ നമ്മളെ കണ്ടില്ല, വേസ്റ്റ് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. സംഭവം ഉടായിപ്പാണ്. അപ്പം ഞാനും ഒരു കല്യാണത്തിൽ വെച്ച് അതേപോലെ ഇവിടെ വന്നിട്ട് വീണ്ടും വെച്ചു. എന്താ പറയുക, വെള്ളം തളിച്ച് വെച്ചായിരുന്നു ആറില്ല. അപ്പം അത് സെറ്റ് പോവാം. നമ്മൾ ഒഴുങ്ങി ഇറങ്ങി നേരെ പോവുകയാണ്. പോകാം, ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ ഉത്സവപ്പറമ്പിൽ വന്ന് ഇതാണ്. ഇവിടെ അമ്മ ഉണ്ട്, സച്ചു കൂടെ ഉണ്ട്. അസുദേ ഫ്രണ്ടിലെ ഓടി. ഇവിടെ ഫുഡ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും പോയി ഫുഡ് കഴിക്കാൻ നോക്കാം. ആലപ്പുഴയ്ക്കുള്ള ആൾക്കാരൊക്കെ ഒരുങ്ങുന്നതേ ഉള്ളൂ, തട്ടൊക്കെ ഇവിടെ റെഡി ആവുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും നമ്മളിവിടെ പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. മുകളിലാണ് അമ്പലം. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം. കൊച്ചെല്ലാം ഊരി എടുത്തു ഇപ്പോഴേ. പോവാർജേ. ആലപ്പുഴയുടെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പോകുന്നേ ഉള്ളൂ. ഇനി എപ്പോഴാണെന്ന് അറിഞ്ഞൂടെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ തിരിച്ചു വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ കൈകൊട്ടി കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എപ്പോഴാണെന്ന് അറിയില്ല. ഇവിടെ അന്നദാനമൊന്നും ഇല്ല പൈസ. എന്തായാലും നോക്കാം. നമ്മൾ കുറച്ചു നേരം പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് പിന്നെ ചേച്ചിയുടെ തിരിച്ച് വീട്ടിൽ പോകും. ഞാൻ ആ
താലപ്പൊലിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കൈകൊട്ട് കളി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും താലപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ്. എന്തായാലും പോവാം. മോമോസ് പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടി. നമ്മളെല്ലാവരും കൂടി പാനിപ്പൂരി ഷെയർ അടിച്ച് കഴിച്ചു. എല്ലാം നമ്മൾ 5 പേരും കൂടി ഷെയർ എടുത്തു. താലപ്പൊലി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. എന്തായാലും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കൈകൊട്ട് കളിയൊക്കെ കഴിഞ്ഞു. ഇപ്പം നോക്കാം. ആറൊക്കെ ഉണ്ട് മെറ്റലക്കാർ മനസ്സിലായി. നല്ല മെറ്റൽ ക്വാളിറ്റിയുള്ള മെറ്റലക്കാർ. പക്ഷേ ഭയങ്കര റേറ്റും കൈസ്. 1000 രൂപ 1500 രൂപ ഒക്കെ റേറ്റാണ്. ചെറുതിനൊക്കെ 350 450ഒക്കെയാണ്. ഇവിടെ പ്രോഗ്രാം നടക്കുകയാണ്. ഭയങ്കര ഒച്ചത്തിലാണ്. അടിപൊളിയായിട്ട് സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് അങ്ങ് പോകും. ആർജൻ അവിടെ പുറത്തേക്കാണ്. ആർജൻ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞിട്ട് കയറുന്നില്ല. നമ്മൾ അപ്പുറത്ത് നിന്ന് നേരെ ഇപ്പുറത്ത് വന്ന് ഇവിടെ കടയിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മുവിൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ഇവിടെ കമ്പനി അടിച്ചോണ്ടിരിക്കുക. അപ്പം നമ്മളിവിടെ നിരന്നിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ കൊച്ചു കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നതായിരിക്കും. ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. ഡാൻസ് ഇവരെ ഡാൻസ് കണ്ടിട്ട് ഇവിടെ ഒരാൾ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് വൈബായിട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് രസമായത്. എല്ലായിടത്തും നല്ല വൈബായിട്ട് ഓരോരോ മൂലയ്ക്ക് നടക്കുന്നുണ്ട്. അവിടെ താഴെ ഒരു മൂലയ്ക്ക് നടക്കുന്നുണ്ട്. ഇവിടുത്തെ മൂലയിൽ ഇടയ്ക്കിടയ്ക്ക് വൈബ് നടക്കും, ഇടയ്ക്കിടയ്ക്ക് വൈബ് നടക്കില്ല. എന്തായാലും നമ്മൾ പ്രോഗ്രാമൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവേണ്ട ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ DJ ആണ്. അത് ചുമ്മാ വെറുതെ ഒരു ഇതില്ലാതെ എന്തായാലും നമ്മൾ നേരെ പോവാന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ നടന്ന് അങ്ങോട്ട് കയറി നിൽക്കാം. അപ്പോഴത്തേക്കും ചേച്ചി വരും. അപ്പം നമുക്ക് എന്തായാലും പോകാം. പിള്ളേരുടെ അമ്മയെ കാത്തിക്കാണ് കേസ്. പുള്ളിക്കാരത്തി ഇപ്പോൾ വന്നിട്ട് എത്ര കിട്ടും? സമയം 11:45. ഒരു 1.5 മണിക്കൂറും വിളിച്ചിട്ട് പറഞ്ഞ് നെടുമങ്ങാടെത്തിന്ന് പറഞ്ഞ്. നെടുമങ്ങാട് ഇങ്ങോട്ട് വരാൻ മാക്സിമം ഒരു 10 മിനിറ്റ് സമയം മതി. കുഴപ്പമില്ല. വണ്ടി വല്ലതും കമ്പനിയായിട്ട് പോയി കിടക്കുമെന്നാണ് അറിയാൻ പാടില്ല. എന്തായാലും വരട്ടെ. വെയിറ്റ് ചെയ്യണത്. അമ്മ ഓടി വരുന്നേ. ശ്രുതി അവിടെ ഇപ്പോഴ് അമ്മയോട് ഓടി വരാൻ നോക്കണേ. നമ്മൾ ലേറ്റ് ആവും. കാറ് വന്നു. വീട്ടിൽ പോവാം. കയറി പോകാം. അതിൻ്റെ നമ്മൾ വീടെത്തിയപ്പോഴേക്കും 12 മണിയായി കേസ്. കത്തിപ്പോൾ ഇപ്പോഴാണ് ശരിക്കും 12 മണി ആയത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ. ശ്രുതി കയറി പോയിട്ടുണ്ട്. പോവാം. നമ്മളത് വീട്ടിലെത്തി. ഭക്ഷണം ശരിക്കും വിശപ്പുണ്ട്. പക്ഷെ കുഴപ്പമില്ല. നാളെ കഴിക്കാം. ഓരോ ലേറ്റായി 12 മണിയായി. ഇനിയിപ്പോൾ ഈ സമയത്ത് കഴിച്ചിട്ട് കിടന്നാൽ ശരിയല്ല. അത് വയറിന് കേടാണ്. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. കഴിക്കാന്ന് വെച്ചാൽ നൂഡിൽസ് ഉണ്ടാക്കാൻ. നൂഡിൽസ് ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് നാളെ കഴിക്കാൻ നോക്കി. ഇനിയിപ്പോൾ ഈ രാത്രി നട്ടപാതിക്ക് കുത്തിയിരുന്ന് അതുണ്ടാക്കി വെറുതെ സമയം കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. തല പൂവൊക്കെ ഒരിച്ചിട്ടേക്ക് എടുക്കുകയാണ്. ഇത് ഇന്ന് കിട്ടിയ റെഡ് പൂ റോസ്. ഇപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടി പോവാണ് അല്ലേ ശ്രുതി? അത് അമ്മൂസ് കൊടുത്ത പൂവാണ്. അതൊക്കെ കളഞ്ഞു. പിന്നെ പോകണമെന്ന് പിന്നെ ചെറിയൊരു കുഞ്ഞ് പൂകൊണ്ടുവന്നിട്ട് സ്നേഹത്തിൽ നിന്ന് നീ എല്ലാ സമയം കൊണ്ട് പിടിപ്പിക്കാണ്ട് കൊണ്ട് തരാറുണ്ട്. അങ്ങനെ കൊണ്ട് തന്നാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നെങ്കിൽ പുതിയൊരു വ്ളോഗ്. ബൈ.